തിരുവനന്തപുരം നഗരം കുറച്ച് നാളുകളായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ നിറവിലാണ്. ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ഒരു ദിവസമാണെങ്കിലും അതിൻ്റെ ഒരുക്കങ്ങൾ കുറച്ച് ദിവസം മുമ്പേ തുടങ്ങും. 2 ദിവസം മുമ്പേ പലയിടങ്ങളിലുള്ള സ്ത്രീകൾ പല നാട്ടിൽ നിന്നും അവിടെ വന്നു തുടങ്ങും. ക്ഷേത്രത്തിനടുത്ത് ഈ വിശ്വാസികൾ അടുപ്പൊക്കെ കൂട്ടി അവർ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അവർ സ്ഥലം പിടിച്ചു തുടങ്ങും. ആ വഴിവെക്കിലൊക്കെ ആയിരിക്കും അവർ രാത്രികൾ കിടക്കുന്നത്. ആ പൊങ്കാല ദിവസം തിരുവനന്തപുരം നഗരം മുഴുവനും ഈ സ്ത്രീകളെ കൊണ്ട് നിറയും. ഇങ്ങനെ നടക്കുന്ന ഒരു ആചാരത്തിനൊടുവിൽ ഞങ്ങളുടെ അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളി നിൽക്കുന്നത് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്. ഈ പൊങ്കാലയ്ക്ക് നടക്കുന്നതിന് തൊട്ടടുത്താണ്. എല്ലാ വർഷവും വളരെ മനോഹരമായി കത്തീഡ്രൽ പള്ളിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ വരുന്ന മനുഷ്യർക്ക് ആഹാര സാധനങ്ങളൊക്കെ ഒരുക്കും, അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കും. അവർക്ക് അടിസ്ഥാനപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ദേവാലയത്തിലെ വികാരിച്ചനും ദേവാലയത്തിലെ വൈദികരും കമ്മിറ്റിക്കാരും ഇടവചനങ്ങളും എല്ലാവരും കൂടി ചെയ്യും. അതേപോലെ ചെയ്യുന്ന ഒരിടമാണ് ഞങ്ങളുടെ അതിരൂപതയുടെ ബിഷപ്സ് ഹൗസ്. ബിഷപ്പ് ഹൗസിലെ വൈദികരും സ്റ്റാഫ് അംഗങ്ങളും ഞങ്ങളുടെ യുവജന ശുശ്രൂഷയൊക്കെ ചേർന്ന് അവിടെ വരുന്ന ജനങ്ങൾക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനുള്ള ശ്രമം നടത്തും. ഇതൊക്കെ കാണുമ്പോൾ ഒരു ബഹുമാനം തോന്നാറുണ്ട്. കാര്യം ഇതൊരു മതത്തെക്കാളപ്പുറം മനുഷ്യർ എന്തുമാത്രം പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മനുഷ്യർ നിൽക്കുമ്പോൾ അവർ കൊടുക്കുന്ന വെള്ളത്തിൽ പോലും നമ്മൾ വളരെ സ്നേഹം ചേർത്ത് കൊടുക്കുമ്പോൾ അവിടെ മതം വളരുന്നു എന്നല്ല, മനുഷ്യർ വളരുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എത്ര ബഹുമാനത്തോടെയാണ് നമ്മൾ മനുഷ്യരെ കണ്ടു തുടങ്ങുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇത് കാലങ്ങളായി നടന്നു വരുന്ന മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു മനോഹരമായൊരു ആചാരമാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് അങ്ങനെ നടക്കാതെ പോയൊരു സംഭവമാണ്. ധനവാനായ ഒരു മനുഷ്യൻ്റെ കൺമുമ്പിൽ ഒരുത്തൻ വെള്ളം കിട്ടാതെ നിന്നപ്പോൾ അവന് ദാഹിച്ചപ്പോൾ ഇവന് ഗൗനിച്ചില്ല, അവൻ മൈൻഡ് ചെയ്തില്ല. ആ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അവന് നഷ്ടപ്പെട്ട സ്വർഗമാണ്. ആ സ്വർഗം നഷ്ടപ്പെട്ടത് കുടിക്കാൻ വെള്ളം കൊടുക്കാത്തതിൻ്റെ പേരിലാണ്. ഇങ്ങനെയും ഈ ലോകത്ത് സംഭവിക്കുന്നൊരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു പണ്ടേ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങളുടെ കൺമുമ്പിൽ ചില മനുഷ്യർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ജാതിയും മതവും നോക്കി, അവരെ വർഗവും നിറവും നോക്കി മാറ്റി നിർത്തരുത്. ഒന്നിൻ്റെ പേരിലും അവർ വിശക്കുന്നുവെന്നോ ദാഹിക്കുന്നുവെന്നോ പറയരുത്. അവർ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ഭാഷയാണ്, ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. അവിടെ അവർ ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മണമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.